നമസ്കാരം. അത്രമേൽ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം മല്ലിക സുകുമാരൻ മല്ലികാമ്മയാണ് ഇന്ന് ഓണവിശേഷങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. മല്ലികാമ്മേ, ഓണാശംസകൾ. ഓക്കെ മല്ലികാമ്മേ, ഒരു കാലത്തെ വിമൻസ് കോളേജ് താരം, സുഹൃത്തുക്കൾക്കിടയിലെ മോഹമല്ലിക അല്ലേ? മോഹമല്ലിക, ശരി, അതാണ് എന്റെ പേര്. അതെ, അന്നത്തെ കാലത്തെ ഓണം വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടോ ഇപ്പോ? അല്ല, ഓണം എപ്പോഴും നമുക്ക് കുറെ കൂടെ നല്ല ഓർമ്മകൾ ചെറുപ്പത്തിലായിരിക്കുമല്ലോ. കാരണം അപ്പൊ നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല, അല്ലേ? അച്ഛനും അമ്മയും പറയുന്നതനുസരിച്ച് ഓണമുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഞാൻ എൻ്റെ അമ്മയുടെ തറവാട് ഹരിപ്പാടാണ്. അവിടെ നിന്ന് ഈ പട്ടണത്തിലെ രീതിയല്ല, 4 ദിവസമൊക്കെയാണ് ഓണസദ്യ. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതായത് ബന്ധുക്കൾക്ക് ഒരു ദിവസം, വീട്ടുകാരെല്ലാവരും കൂടെ ഒരു ദിവസം, കരയോഗക്കാർക്ക് ഒരു ദിവസം, പിന്നെ അന്ന് ഈ ഞങ്ങൾക്കൊക്കെ പാടത്ത് ഈ നെൽകൃഷിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് ആ കൃഷിസ്ഥലത്ത് ജോലി ചെയ്യുന്നവരൊക്കെ ഒരുപാട് ഈ അവർ നട്ട ഏത്തക്കായും കാച്ചിലും അതും ഇതൊക്കെ ആയിട്ട് എൻ്റെ അമ്മയുടെ അച്ഛനെ കാണാൻ വരും. അപ്പോൾ അവർക്കൊരു സദ്യ. അപ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിച്ച് പുതിയ വസ്ത്രങ്ങളൊക്കെ കൊടുത്തപ്പോൾ അതൊന്നും ഇനിയിപ്പം നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒന്നും ജന്മത്ത് കാണാമെന്ന് വിചാരിക്കേണ്ട. ആ കാലമൊക്കെ പോയി. ഞങ്ങളൊക്കെ അത് കണ്ടു വളർന്നവരാണ്. അപ്പോൾ ഈ ഓണത്തിൻ്റെ ഒരു ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ എന്നോ അല്ലെങ്കിൽ എന്താ പറയുക, ആ സമ്പന്നത, ഒരു ഐശ്വര്യം, ഒരു യോജിപ്പ്, കുടുംബ ബന്ധങ്ങളുടെ വില, ഇതൊക്കെ ഞങ്ങളൊക്കെ അറിഞ്ഞതും പഠിച്ചതും എല്ലാം ഈ ഓണക്കാലത്താണ്. അപ്പോൾ ഒരാഴ്ചത്തെ ലീവ് എടുത്തെങ്കിലും എല്ലാവരും, എൻ്റെ അമ്മ ഞങ്ങളൊക്കെ ആയിട്ട് 10 ദിവസം അവധിയുണ്ടല്ലോ, ഹരിപ്പാടാണ് മണ്ണാർശാല ക്ഷേത്രം, അതിൻ്റെയൊക്കെ അടുത്താണ് ഞങ്ങളുടെ വീട്. അവിടെ പോവും. അമ്മാവന്മാരെല്ലാവരും അവിടെ വരും. അമ്മയ്ക്ക് 3 ബ്രദേഴ്സാണ്. അവരെല്ലാവരും മക്കളും ഒക്കെ ആയിട്ട് ഒരാഴ്ചത്തെ ലീവിന് വരും. അപ്പോൾ അന്ന് ബോംബെയിലൊന്നും ഓണത്തിന് 1-2 ദിവസമേ ഉള്ളൂ. പക്ഷേ എന്നാലും ഒരു അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എല്ലാവരും, ഒരു അപ്പൂപ്പനുള്ളത് കൊണ്ട് ഒരു 4 ദിവസത്തേക്കെങ്കിലും എല്ലാവരും വരും. അപ്പോൾ ഒരു മേളമാണ് എല്ലാം കൂടെ. അത്രയും നല്ല, അതായത് മനസ്സിൽ മറ്റൊരു എന്താ പറയുക, അല്ലലില്ലാതെ, പണ്ടൊരു നാട് പാടിയിടുങ്കാളം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറയുന്ന പോലെ അല്ലലില്ല, മറ്റു ദുഃഖങ്ങളൊന്നുമില്ല, പരാതികളില്ല, പരിഭവങ്ങളില്ല, സന്തോഷമായിട്ടുള്ള ഓണമൊക്കെ അപ്പോഴായിരുന്നു മോളെ. ഇപ്പം എല്ലാം റെഡിമെയ്ഡ് ഓണമായി, അറിയാമല്ലോ. എത്ര പേർക്ക് സദ്യ വേണമെന്ന് പറഞ്ഞാൽ അത് പാക്കറ്റിലേക്ക് വരും. മെനക്കെടണ്ട. എൻ്റെ അമ്മയൊക്കെ കഷ്ടപ്പെട്ടതുപോലെ, അയ്യോ, ഒരാഴ്ചയ്ക്ക് മുമ്പേ അച്ചാറുകളെല്ലാം ഉണ്ടാക്കി, ഇഞ്ചിക്കറി, മാങ്ങാക്കറി, കടുമാങ്ങ, നാരങ്ങ, അതങ്ങനെ. പിന്നെ കാളനൊക്കെ തലേദിവസമേ ഉണ്ടാക്കി വെക്കും. അങ്ങനെ ഒരു ബഹളമാണ് ആ ഓണ സമയത്ത്. ഒരു 5-6 ദിവസം വീട്ടിനകത്ത് തന്നെ. പിന്നെ അമ്മയ്ക്കൊക്കെ ഹരിപ്പാടൊക്കെ എന്ന് പറഞ്ഞാൽ നാട്ടുപുറം ആയതുകൊണ്ട് ഒരുപാട് ഈ അടുത്തടുത്ത് താമസിക്കുന്നവരുണ്ട്. ഇന്നും എനിക്ക് അവരുടെയൊക്കെ, പക്ഷെ അവർ പലരും മരിച്ചുപോയി. എന്നാലും ഭാരതീയമ്മാന്നും കുളഞ്ഞിടക്കേലയമ്മയെന്നും കുളഞ്ഞിയിലമ്മയെന്നും ഒക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ കൂടുക, അരിയും ഉപ്പേരിയൊക്കെ വറക്കുക. ഇങ്ങനെ പാക്കറ്റിൽ വാങ്ങിയിരുന്നൊന്നും ഒന്നില്ല. നല്ല ഏത്തക്കൊല വിളഞ്ഞ കാ കൊണ്ടുവന്ന് വറുത്ത് വെക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു തയ്യാറെടുപ്പ് തന്നെ ഒരാഴ്ച മുമ്പേ തുടങ്ങും. അത് കഴിഞ്ഞാൽ പിന്നത്തെ 4 ദിവസം ഓണമാണ്. അത്രയും ഒരു നല്ല സന്തോഷം പകർന്ന ഓണമൊന്നും പിന്നില്ല. പിന്നെ നമ്മുടെ കുടുംബമായി, മക്കളായി, ഓണത്തിൻ്റെ അന്ന് അച്ഛനും മക്കൾക്ക് വിലയിട്ട് ചോറ് കൊടുക്കും. പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും മരിക്കുന്നതിന് വരെ മിക്കവാറും അങ്ങോട്ടൊക്കെ പോകാറുണ്ട്. ഇപ്പം അതൊന്നും ആർക്കും വേണ്ടല്ലോ. അല്ലെങ്കിൽ ഓണം എന്നൊക്കെ പറഞ്ഞാൽ മാക്സിമം വേണ്ടത് ഒരു ഓണത്തിന് പുതിയ കോടി കിട്ടും എന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറത്തോട്ട് വലിയ ചിന്തകളൊന്നുമില്ല. മല്ലികാമ്മേ, എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുക ഓണാകുമ്പോൾ എല്ലാവരും കൂടെ വേണം, മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഒക്കെ കൂടെ വേണമെന്നാണ്. മല്ലികാമ്മയുടെ ഇത്തവണത്തെ ഓണം എങ്ങനെയാ? പൃഥ്വിരാജ് അല്ല, ഇപ്രാവശ്യം കൊച്ചിയിലാണ് ഞാൻ. കാരണം 2 മക്കളും ഉണ്ട്, കൊച്ചുമക്കളുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് എൻ്റെ അമേരിക്കയിലെ സഹോദരൻ ഇവിടെ എറണാകുളത്ത്, എനിക്ക് തോന്നുന്നു 31-ാം തീയതി എങ്ങാണ്ട് ഒരു വലിയ ഹോസ്പിറ്റൽ വരുന്നുണ്ട് ഇവിടെ, വെൽ കേരള ഓങ്കോളജി ക്യാൻസറിൻ്റെ ഒരു സെപ്പറേറ്റ് വിങ്. അപ്പം അതിൻ്റെ ഒരു ഔപചാരിക ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്, ശ്രീ പിണറായി വിജയൻ. അപ്പം അദ്ദേഹത്തിൻ്റെ അറ്റൻഡ് ചെയ്യുന്ന പരിപാടിയിൽ ചേട്ടനെ അവർ കൊണ്ടുവരുന്നുണ്ട്. ചേട്ടനും അല്ലുണ്ട്. അപ്പം ചേട്ടനും കൊച്ചിയിലുണ്ട്. അപ്പം ഇത്തവണ അമ്മമാരും അനന്തരവന്മാരും എല്ലാവരും കൂടെ കൊച്ചിയിലാണ്. ഇപ്പം സുകുമാരൻ സാർ ഇല്ലാത്ത വീണ്ടും ഒരു ഓണം കൂടിയാണ് അല്ലേ? മല്ലികാമ്മ മിസ് ചെയ്യുന്നുണ്ടോ അദ്ദേഹത്തെ? നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട്. തീർച്ചയായിട്ടും സുഖേട്ടനില്ലാത്ത ആദ്യത്തെ ഓണമെന്നല്ല, ഇപ്പം 10-26 കൊല്ലം കഴിഞ്ഞില്ലേ ഈ പറഞ്ഞതുപോലെ. അപ്പം അതുകൊണ്ട് അതൊരു വല്ലാത്ത മിസ്സിംഗ് ആണ്. നമ്മൾ കേട്ടിട്ടുണ്ട് അദ്ദേഹം ഒരു കർക്കശക്കാരനാണ്. പക്ഷെ അപ്പോൾ പോലും ഈ ഓണത്തിനൊക്കെ അദ്ദേഹം കൂടെ ആഘോഷിക്കാറുണ്ടോ? അത് വരും. വെളുപ്പിനെ 2-3 മണിക്കെങ്കിലും വണ്ടിയുടെ ഹോൺ കേൾക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹം വരുമെന്നും അറിയാം. അപ്പൊ കൃത്യമായിട്ട് ആ ഓണത്തിനവിടെ വരും. സുഖമായിട്ട് എല്ലാവരും കൂടെ ഊണ് കഴിക്കും, കയറി കിടന്ന് ഉറങ്ങും, രാത്രി തിരിച്ചു പോകും ചിലപ്പോഴും. എന്നാലും ആ ഓണ ദിവസം കുഞ്ഞുങ്ങളുടെ കൂടെ കഴിക്കാനായിട്ട് എത്തുമായിരുന്നു. അത് വല്ലാത്ത മിസ്സിംഗ് ആണ്.
അതിനുശേഷം ഞാൻ അങ്ങനെ വീട്ടിൽ അങ്ങനെ വലിയ 2 പായസം വെച്ചിട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊന്നും വിളമ്പി ഒരു ഓണമില്ല. ഒന്നിലെ മക്കളുടെ കൂടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞതിനോട്ട് ഞങ്ങൾ മക്കളും കൊച്ചുമക്കളും ഞങ്ങളും മാത്രം ഇങ്ങനെ പൊക്കോണ്ടിരുന്നത്. അപ്പൊ ഇപ്പോഴാണ് ഇപ്പൊ എല്ലാരും വീടൊക്കെ വെച്ചില്ലേ, ഇന്ദിരയത്ത് താമസമായി, പൃഥ്വിരാജും കൊച്ചി താമസമായി. അപ്പൊ ഈ പ്രാവശ്യം ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ഓരോ മക്കളുടെ ഓണത്തിന് അവരുടെ അടുത്തത് ഞാൻ അങ്ങോട്ട് പോയാൽ മതി, ഒരുപാട് പേര് പോട്ടെ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇന്ദ്രന്റെ വീട്ടിലായിരുന്നു, അതിനു മുമ്പ് രാജുവിന്റെ അടുത്തായിരുന്നു. ഓരോ പ്രാവശ്യം അവര് തമ്മിൽ തീരുമാനിക്കും എവിടാണോ ഓണം ഞാൻ അവിടെ ചെല്ലും. അതാണ്. മല്ലികാമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനെ ഇവരെ കൂടെ എപ്പോഴും ഒരുമിച്ചുണ്ടാവണം തന്നെ ആയിരിക്കില്ല, പക്ഷെ അത് പലപ്പോഴും സാധിക്കാറില്ല അല്ലേ? അല്ല, എപ്പോഴും എന്നുള്ളത് അപ്പൊ ഈ ജോലി തന്നെ ആയിരുന്നല്ലോ ഞാനും സുഖോട്ടനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും അങ്ങനെ വേണം, അങ്ങനെ ആഗ്രഹിച്ചാൽ നടക്കില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ട് മനസ്സിൽ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വാശി പിടിക്കാറില്ല. എന്നാലും ഇപ്പൊ വയസ്സായപ്പോ എനിക്കുണ്ട് എന്റെ പിറന്നാള്, രാവിലെ എന്തെങ്കിലും ചെറിയ പൂജയൊക്കെ കാണുമല്ലോ. അപ്പോ അതുപോലെ ഓണം, ഇതിനൊക്കെ ഈ പറഞ്ഞ ഉച്ചയാകുമ്പം മക്കളെ കൊണ്ടിരുന്ന ഒരു ചോറ് കഴിക്കണം, അതൊക്കെ ഇപ്പൊ ആഗ്രഹമുണ്ട്. അതെന്റെയൊക്കെ പ്രായമായോണ്ടായിരിക്കും നമുക്ക് ഇനി എത്ര കാലം. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് ഈ പൃഥ്വിരാജ്, രാജുവേട്ടൻ, സുകുമാരൻ സാർ ഒരു തനി പകർപ്പാണ്, നിലപാടുകളടക്കം ഒരു ഫോട്ടോ കോപ്പിയാണ് എല്ലാ കാര്യത്തിലും സ്വഭാവത്തിലൊക്കെ എന്ന്. അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. സംസാരം, പെരുമാറ്റം. അതായത് രാജു എവിടെങ്കിലും ഒരു ഫ്രണ്ട്സുമായിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങളുടെ ഒരു ചാറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്കോ ചിരിക്കുന്നല്ലാതെ സ്ഥായിയായിട്ടൊരു ചിരിച്ച മുഖങ്ങളുണ്ടോ? ഇല്ല. എന്തെങ്കിലും ചോദിച്ചാലും അതേ ഗൗരവത്തിലാണ് അവനും മറുപടി. അതെ, ഞാനും എന്തായാലും അങ്ങനെയല്ല. ആരാണ്ട് പറഞ്ഞതിലൂടെ തൊട്ടേലും പിടിച്ചതിലും ഒക്കെ ഞങ്ങൾക്ക് എപ്പോഴും ഒരു ചെറിയ പുഞ്ചിരി മുഖത്ത് കാണും. അപ്പൊ അതൊരു പക്ഷെ എനിക്ക് തോന്നുന്നത് എന്റെ വീട്ടുകാരുടെ ഒരു രീതിയായിരിക്കും. എന്റെ അമ്മയൊക്കെ എന്റെ അമ്മയെ പണ്ട് കളിയാക്കും, 12 മണിക്ക് ശേഷം ആരെങ്കിലും വന്നാൽ ഉറപ്പാ ഉണ്ടിട്ടേ വിടൂ എന്നുള്ളത്. അപ്പൊ ഞങ്ങളവിടെ കളിയാക്കും, ആരെങ്കിലും കയറി വരുമ്പോൾ ചോറൊക്കെ ഉണ്ടേ മിക്കവാറും ഇവർ ഉണ്ടിട്ടേ പോകത്തുള്ളതൊക്കെ ഞങ്ങൾ അന്ന് പണിക്ക് നിൽക്കുന്നവരോടൊക്കെ പറയും. ഇന്നത്തെ കാലത്ത് രാജുവിന്റെ സ്വഭാവം നല്ലത്. കാരണം ആരെന്തോ പറഞ്ഞോട്ടെ, അവര് പറയുന്നവർക്ക് വേറെ പണിയൊന്നും കാണത്തില്ലായിരിക്കും. നമ്മൾ നമ്മുടെ ജോലി ചെയ്തൊരു സൈഡിൽ കൂടെ ഒക്കെ പോകുക, സുഖമായിട്ട് ജീവിക്കുക, നമ്മുടെ കുടുംബം നോക്കുക, അതൊക്കെയാണ് ചെറുപ്പക്കാർ പഠിക്കേണ്ടതല്ലേ. ഞാൻ എപ്പോഴും വിചാരിക്കും ഓരോരോ പിള്ളേരുടെ ഓരോരോ രീതികളും വർത്തമാന ശൈലികളും എനിക്ക് ചിരി വരാറുണ്ട്. എനിക്ക് എന്റെ ഫേസ്ബുക്കിൽ എന്റെ ഫ്രണ്ട്സാണ് ഉള്ളത്, എന്നാലും ചില ലിങ്കൊക്കെ അയച്ചു തരുമ്പോൾ ചിലപ്പോൾ നമ്മളെ തെറി വിളിച്ചുകൊണ്ടുള്ളതായിരിക്കും. എനിക്ക് ചിരി വരുന്നത് ഈ തെറി വിളിച്ചുകൊണ്ട് എഴുതുന്ന മന്നന്മാരുടെ പ്രൊഫൈൽ കണ്ടിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ, കർത്താവ് തമ്പുരാന്, മറ്റേ വലിയ ജുമാ മസ്ജിദിന്റെ പടവോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും വലിയ പള്ളിയുടെ പടം ഇപ്പുറത്ത്, ഇതെല്ലാം കഴിഞ്ഞ് ഒരു കൊച്ചു കുഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കും ഇതെങ്ങനെ ഇവർക്ക് ഈ മനസ്സ് വരുന്നത് ഈ പ്രൊഫൈലിടാൻ, ഇത്രയും പച്ചത്തെറി വിളിക്കാൻ. ഗുരുവായൂരപ്പനും കർത്താവ് തമ്പുരാനും അള്ളാഹുവിനും കുഞ്ഞിനും ഒക്കെ നാക്കടാ അവരുടെ ഇപ്പുറത്തെ ഭാഷ കണ്ടാല്. അതുപോലും പ്രശ്നമാക്കത്തില്ല. എന്റെ പ്രൊഫൈലിൽ ഗുരുവായൂരപ്പൻ ചോദിക്കത്തില്ലേടാ എന്നെ നാണം കെടുത്താതെ എന്ന് പറയത്തില്ലേ? മല്ലികാമ്മ ഇപ്പം കഴിഞ്ഞ വർഷം തോന്നുന്നു 50ാമത്തെ വാർഷികം ആഘോഷിച്ചു സിനിമാ ജീവിതത്തിൽ അല്ലെ. അന്ന് പൃഥ്വിരാജ്, രാജുവേട്ടൻ അമ്മയെ കുറിച്ച് പറഞ്ഞു ഭയങ്കര വൈകാരികമായി സംസാരിച്ചു. അതിൽ നമ്മൾ കണ്ടത് അമ്മയെ ഓർത്ത് അഭിമാനിക്കുന്ന 2 ആൺമക്കളെയാണ് അല്ലെ. അപ്പൊ അന്ന് മല്ലികാമ്മയൊക്കെ കണ്ണു നിറഞ്ഞ് നമ്മൾ കണ്ടതാണ്. അപ്പൊ അങ്ങനൊരു കാര്യം രാജുവേട്ടൻ പറയുന്നു മല്ലികാമ്മ വിചാരിച്ചിരുന്നു, അല്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചില്ല? അപ്പൊ അവിടെ പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ എന്റെ മക്കളുടെ സ്നേഹം എന്നോട് എങ്ങനെയാണെന്നുള്ളത് എനിക്കേ അറിയുള്ളൂ. എനിക്ക് തോന്നുന്നില്ല അവരുടെ ഭാര്യമാർക്ക് പോലും അറിയാവുന്നു, സത്യം പറയാം. കാരണം അവര് അവരുടേതായ ഒരു ലൈഫ്, ഒരു കുടുംബ ജീവിതം അല്ലെ, സ്വന്തം ഭർത്താവ്, കുഞ്ഞുങ്ങള്, അതൊക്കെ ആയിട്ട് തിരക്കിലാണ്. പക്ഷേ എന്റെ മക്കളുടെ സ്നേഹം എങ്ങനെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എന്റെ മനസ്സിലറിയാം. എനിക്കൊരാവശ്യമുണ്ടെന്ന് ഞാൻ കുറച്ച് ശക്തമായിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ എന്ന് പറയുകയാണെങ്കിൽ വൈകിട്ടത്തെ പ്ലെയിനിലെങ്കിലും വരും. ആ വിശ്വാസം എപ്പോഴും എനിക്കുണ്ട്. അങ്ങനെ പോകുമോ എന്നൊരു പക്ഷേ പൂർണ്ണിമയ്ക്കും സുപ്രിയയ്ക്കും തോന്നിയേക്കാം. അത് വേറൊന്നും കൊണ്ടല്ല, അത് കാരണം അത് അവരുടെ ലോകം അതാണ്. അവർക്ക് ഭർത്താവ്, കുഞ്ഞുങ്ങള്, അവരുടെ വീട്, കാര്യങ്ങള്, ജോലി, ഇവരുടെ കാര്യങ്ങളും കൂടെ അവര് നോക്കണം. മൊത്തത്തിൽ കുഞ്ഞിന്റെ പലതും ഉണ്ടാവും അല്ലെ. അപ്പൊ എന്നാലും ഞാൻ എങ്ങനെയാണ് അവരെ വളർത്തിക്കൊണ്ടുവന്നതെന്നുള്ളൊരു ഉത്തമ ഒരു വിശ്വാസം അവർക്കുണ്ട്. അമ്മ ഒരു വലിയ സ്ട്രെങ്ത് ആയിരുന്നു ഞങ്ങളുടെ കൂടെ. ഇപ്പോഴും ഞാൻ പറയും എന്നെ കൊണ്ട് സംസാരിപ്പിക്കരുത്. പലരോടും പറയുന്നതാ. എന്റെ കുഞ്ഞുങ്ങളെ പറയുന്നതിന് ഒരു പരിധിയുണ്ട്. ഈ ട്രോളം പിള്ളേരുടെ കാര്യമൊന്നുമല്ല, അതൊക്കെ എന്തെങ്കിലും പറഞ്ഞു നോക്കട്ടെ. പക്ഷെ കാര്യമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയണത് നിങ്ങൾ അത് അറിഞ്ഞിട്ടാണോ സംസാരിക്കുന്നത് ഞാൻ ചോദിക്കും. എനിക്ക് കാരണം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയാണ് സുഖമായിട്ട് എന്റെ കുഞ്ഞുങ്ങളെ വളർത്തിയതും ഞാൻ അതുപോലെ തന്നെ വളർത്തിക്കൊണ്ട് വരാനും ശ്രമിച്ചിട്ടുള്ള ഒരു അമ്മയാണ്.
അപ്പോൾ അകാരണമായിട്ട് ആരുടെയെങ്കിലും പ്രീതി സമ്പാദിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വാചകം അടിക്കുക 4 മൈക്ക് കാണുമ്പം അതൊന്നും എൻ്റെ അടുത്ത് വേണ്ട. ഈ എമ്പുരാൻ വിവാദം വന്ന സമയത്ത് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്താനുള്ള ഒരു ശ്രമം വ്യാപകമായി നടന്നു എന്ന് മല്ലികാമ്മ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞാൻ ചോദിക്കാൻ കാരണം അന്ന് പൃഥ്വിരാജിന് വേണ്ടി സംസാരിക്കാൻ മല്ലികാമ്മയാണ്. അത് എല്ലാ ചാനലും എടുത്തു പറഞ്ഞല്ലോ, എല്ലാവരും നിശബ്ദരായിരുന്ന സമയത്ത് അവസാനം അമ്മ തന്നെ അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിരുന്നു മല്ലിക? അല്ല, ശ്രമം എന്ന് പറയാനായിട്ട് അത് എന്താ പറയാ, അങ്ങനത്തെ ഒരു ശ്രമവും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഒരു പടം വന്നു, 27 പടം ഇറങ്ങുന്നു, 27, 28, 29, 30 വരെ പടം ഓടുന്നു. ഇതൊന്നും ഒരു ദുഷ്ടവിചാരവും ആരുടെയും മനസ്സിലുണ്ടായിരുന്നില്ല. മുരളി ഗോപി എഴുതിയ സ്ക്രിപ്റ്റ്, രാജു മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റിലൊക്കെ അവർ തമ്മിൽ സംസാരിച്ചിട്ട് ഇങ്ങനെ എടുക്കാം അങ്ങനെ എടുക്കാം എന്നൊക്കെ എടുക്കുന്ന രീതിയൊക്കെ പറയുന്നതല്ലാതെ നിങ്ങൾ എഴുതിയത് ശരിയല്ല എന്ന് ഒരിക്കലും പറയത്തില്ല. മുരളിയുടെ സ്ക്രിപ്റ്റിനോട് അത്രയ്ക്ക് ഇഷ്ടമുണ്ട് എൻ്റെ 2 മക്കൾക്കും. മുരളി നന്നായിട്ട് എഴുതുന്ന ഒരു ചെറുപ്പക്കാരനല്ലേ. അപ്പോൾ സ്ക്രിപ്റ്റ് കൊടുക്കുന്നു. ഇതൊക്കെ പലരും അതിൻ്റെ നിർമ്മാതാവായ ആന്റണിയും അതുമായിട്ട് അടുത്ത ബന്ധമുള്ള മോഹൻലാലും ഒക്കെ വായിച്ചതിന് ശേഷമാണ് ഇതൊരു നല്ല സാധനമാണ് നമുക്ക് ഉണ്ടാക്കാം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെയൊക്കെ ഒരു അനുവാദവും അനുഗ്രഹവും ആവശ്യവും കൂടെ മുൻനിർത്തിയാണ് ആ പടം സംവിധാനം ചെയ്യാൻ പൃഥ്വിരാജ് ഇറങ്ങിയത്. ചുമ്മാതെ ഇരുന്നപ്പോൾ കാണാം സിനിമയിൽ നിന്ന് തന്നെ ഒരാൾ അങ്ങനെയാണ്, ഞാൻ പേര് പറയാതെ അറിയാമല്ലോ, കഷ്ടമാണ്, എൻ്റെ പോക്കറ്റ് ഇരിപ്പുണ്ട് മാപ്പ് എഴുതി തന്നത്. എനിക്കത് കേട്ടപ്പോൾ സത്യത്തിൽ പുച്ഛമാണ് തോന്നിയത്. ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം, എന്തിനാണ് ഈ മനുഷ്യനെ ആളായത്? എനിക്കിപ്പോഴും അയ്യോ, എൻ്റെ പട്ടാളക്കാരുടെ ഗ്രൂപ്പിനകത്ത് എല്ലാവരും ചോദിക്കുന്നു എന്തോന്നാന്നൊക്കെ. ഏത് പട്ടാള ഗ്രൂപ്പ്? ആ ഗ്രൂപ്പിലൊക്കെ എൻ്റെ മക്കളും ഉണ്ട്, സൈനിക സ്കൂളിൽ പഠിച്ചവരാ. ആ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ സീനിയേഴ്സൊക്കെ ഒരുപാട് പേര് ഞങ്ങളുടെ പയ്യൻ മിന്നിച്ചു കളഞ്ഞു എന്നും പറഞ്ഞ് എഴുതിയ മെസ്സേജും എൻ്റെ കയ്യിലുണ്ട്. ഞങ്ങൾക്ക് നേരിട്ടാക്കി, ഞങ്ങളുടെയൊക്കെ നമ്പർ അവർക്കൊക്കെ അറിയാം. അപ്പൊ ഇദ്ദേഹം ഒരു കഥയെ കൊണ്ടാക്കി, അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു. ഇത് ശരിയാണോ എന്ന് അന്വേഷിക്കാൻ പോലും ഇത്ര വലിയ ഒരു ബോധം വന്നിട്ട് അയ്യോ ഹിന്ദുവിനെ വേദനിപ്പിച്ചതൊക്കെ പറയുന്നവർ ഒരു മെനക്കെട്ടില്ല എന്നുള്ളതിനകത്ത് എനിക്കൊരു വിശ്വാസമുണ്ട്. ഇത് ആരാണ് ഈ കുട്ടി, ആരുടെ മകനാണ്, എന്തായിരുന്നു ഇവരുടെ പാരമ്പര്യം, ഇതൊക്കെ അറിയാവുന്ന എത്രയോ വലിയ വലിയ നേതാക്കന്മാര് എല്ലാ പാർട്ടിയിലും ഉണ്ട് അല്ലേ. കോൺഗ്രസിലുണ്ട്, കമ്മ്യൂണിസ്റ്റിലുണ്ട്, BJP-യിലുണ്ട്, RSS-ലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷെ മല്ലികാമേ, അപ്പോൾ പോലും മോഹൻലാൽ അദ്ദേഹം ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു. പക്ഷെ അപ്പോൾ പോലും പൃഥ്വിരാജ് ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് എന്തുകൊണ്ടായിരിക്കും? ഞാൻ പറയാം, അത് ഞാനാ പറയാം. ഞങ്ങളെല്ലാവരും ഞങ്ങളൊരു ഒന്നിച്ചുള്ളൊരു തീരുമാനമായിരുന്നു. ഞാൻ പറഞ്ഞു, നീ തെറ്റ് ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തവർ പോലും പ്രോപ്പറായിട്ട് ഉള്ള ഭാഷയിലോ അല്ലെങ്കിൽ ആൾക്കാരോട് അതിന്റെ മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലോ ഉത്തരം പറയാത്ത സ്ഥിതിക്ക് എന്റെ മോനൊന്നും മിണ്ടാൻ പോണ്ട, അവിടെ ചുമ്മാ ഇരുന്ന് പറഞ്ഞു. ഞാനതാ പറയാം, അവര് പറയട്ടെ, ഇതാരാ പറയേണ്ടത്? ഒന്നില്ലേ റൈറ്റർ പറയണം, പ്രൊഡ്യൂസർ. പക്ഷെ ദോഷം പറയരുത്. ആന്റണി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇത് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ചുമ്മാതാ, ഞങ്ങളൊക്കെ ഈ സിനിമ കണ്ടു, അങ്ങനൊന്നും ഞങ്ങൾ, അത് സത്യമാണ് കേട്ടോ. മോഹൻലാൽ ഈ പടം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാ പൊതുവേദിയിലും പ്രൊമോഷണൽ പ്രോഗ്രാംസിന് പോയപ്പോൾ ഞങ്ങൾ പടം കണ്ടു, ഒരുപാട് കഷ്ടപ്പെട്ട് നന്നായിട്ട് അദ്ദേഹം ഒരുപാട് പ്രശംസിച്ചാണ് മോനെ കുറിച്ച് പറഞ്ഞത്. അതുപോലെ ആന്റണി. മുരളി പിന്നെ ഈ പറഞ്ഞതിൻ്റെ ഒരു ചെറുപ്പക്കാരല്ലേ, എത്രാന്ന് പറഞ്ഞ് ക്ഷമിക്കും, എല്ലാവരും വേണ്ടി കഴിയേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു, പുള്ളിക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വന്നു എന്നുള്ള സത്യമാണ്. അപ്പൊ ഇതിനൊന്നും മൈൻഡ് ചെയ്യാൻ പോരുത് ആന്റി. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു മോനെ ഞാനും മൈൻഡ് ചെയ്യാതെ ഇരുന്നതാ. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഒരാൾ പറയാണ് പൃഥ്വിരാജ് ഇത് കണ്ടില്ല, അല്ല മോഹൻലാൽ ഇത് കണ്ടില്ല, പൃഥ്വിരാജ് എഴുതി ചേർത്തത് സ്ക്രിപ്റ്റില്. അത്രയ്ക്ക് പറയാൻ മാത്രമുള്ള മഹാത്മ്യമുള്ള ഒരു മനുഷ്യനാണോ ഇയാൾ? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. ഒരു രാജ്യസ്നേഹിയായ ഒരു പട്ടാളക്കാരൻ ആദ്യം പഠിക്കേണ്ടത് സത്യം പറയാനാണ്. കുറച്ച് അതെന്താ അറിയോ അത് വരാത്തത്? ഇപ്പൊ ചാടി ചാടി പാർട്ടി പറയാൻ അതൊക്കെ പോകും, ആ ക്വാളിറ്റീസ് ഒക്കെ അങ്ങ് പോകും. ആദ്യം കോൺഗ്രസ് കിട്ടി, അത് അവിടുത്തെ ഏതാണ്ടൊക്കെ കിട്ടി. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ അതെല്ലാം കൂടെ അടുത്ത സർക്കാർ വന്ന് BJP സർക്കാർ ഇവരുടെ അടുത്തോട്ട് പോകുമെന്ന് പേടി. അപ്പൊ ചുമ്മാ ഇരിക്കുന്ന മനുഷ്യരെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ഇതൊന്നും ചെയ്യാൻ പോകരുത്. ഈശ്വരൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. മോഹൻലാൽ ലോക പ്രശസ്തനായ ഒരു കലാകാരനെ അംഗീകരിക്കാൻ ദൈവം തീരുമാനിച്ചത് ഇവരെല്ലാം കൂടെ ആണോ ഇത് കൊടുക്കുന്നത്? അതങ്ങനെ ചിന്തിക്കുന്നവർ കുറച്ച് പേരുണ്ട്. ഞങ്ങളുടെയൊക്കെ അത് കൂടെ നടക്കാൻ കുറച്ച് ആൾക്കാർ വേണ്ടി വരും, അത്രയും വലിയൊരു കലാകാരൻ, അതൊക്കെ നല്ല കാര്യം. പക്ഷേ അവരുള്ളത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇതെല്ലാം കിട്ടുന്നത് എന്നുള്ള പട്ടിക്ക് നമ്മളോട് പറയുക, അപ്പുറത്ത് ചെയ്തിട്ട് സൂക്ഷിക്കണം ഇങ്ങനെയാന്ന് പറയാ. മല്ലികാമ്മ, അന്ന് മോഹൻലാൽ ഈ മാപ്പ് അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിച്ച സമയത്ത് പൃഥ്വിരാജിനൊരു വിഷമം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ലാലേട്ടൻ ഇങ്ങനെ പറയേണ്ടി വന്നു എന്നതിലൊരു വിഷമം ഉണ്ടായിരുന്നു? അല്ല, ലാലേട്ടൻ പറയേണ്ടതല്ല,
മനസ്സാവാതെ അറിയാത്തൊരു കാര്യത്തിന് ഒരുത്തം കിടന്ന് ഇങ്ങനെ ഫോണിൽ കൂടെ എന്താണിങ്ങനെ എപ്പോൾ എഴുതി കണ്ടില്ല കാണാത്തോണ്ട് വന്ന് പെട്ടുപോയതാ ഇങ്ങനത്തെ ഉള്ള നുണകളൊക്കെ കേൾക്കുമ്പോഴേ ഒന്നാമത്തെ കാര്യം അവന് കള്ളന്മാരെ ഇഷ്ടമല്ല, കള്ളത്തിന് പറയുന്നത് ഇഷ്ടമല്ല. സാക്ഷാൽ സുകുമാരൻ ആ കാര്യത്തിൽ അതൊരു സത്യമാണ്. അപ്പൊ എന്തിനാണ് ഒരു കാര്യമില്ലാതെ ആവശ്യമില്ലാതെ എന്നെ ഇങ്ങനെ പറയുന്നത്? ഞാനിതൊന്നും അറിഞ്ഞിട്ടേ ഇല്ലല്ലോ. സ്ക്രിപ്റ്റ് കൊണ്ട് കയ്യിൽ തന്നു. എല്ലാ സീനുകളും എടുത്തു കഴിയുമ്പോൾ മുരളിയും കാണാറുണ്ട്, മോഹൻലാൽ കാണാറുണ്ട്, ആന്റണി കാണാറുണ്ട്. അപ്പൊ അവരൊന്നും പറയില്ലല്ലോ ഇത് വേണ്ടെന്ന്. പിന്നെ എന്താണ് ഇപ്പൊ ഒരു പ്രശ്നം വന്നത്? അപ്പൊ അതല്ല, അങ്ങനെയല്ല ഇത്. അല്ലെങ്കിൽ അത് വ്യക്തമായിട്ട് പറയണമായിരുന്നു. എന്തിനാണ് ആ കുട്ടിയെ വെറുതെ അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്തുന്നത്? അങ്ങനെ ഒരു വാചകം ആരുടെ ഭാഗത്തു നിന്നും വന്നില്ല. അയാളുടെ ഞങ്ങളൊരു സ്ക്രിപ്റ്റ് കൊടുത്തു, അതെടുത്തു, അത് ഭംഗിയായിട്ട് എടുത്തു. പടം ഈ പറഞ്ഞോട്ടെ ഇന്നും ആ റെക്കോർഡ് ഒരു പടം പലരും പറഞ്ഞു അതിന്റെ മുകളിൽ മറ്റേത് പോയി, ഇതിന്റെ മുകളിൽ അപ്പുറത്തോട്ട് പോയി, രജനീകാന്തിന് ഒന്നും പോയിട്ടില്ല. ഇന്നും എമ്പുരാനാണ് അതിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. അതിന്റെ കളക്ഷൻ ഇത് വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ കളക്ഷൻ്റെയൊക്കെ. മല്ലികാമ്മ, ഇപ്പം മല്ലികാമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനും മകനും അമ്മയ്ക്ക്, അതായത് താരസംഘടന അമ്മയ്ക്ക് അപ്രിയരാണെന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അല്ല, അതല്ല, അതൊരു സത്യമാണ്. ആർക്കും നിഷേധിക്കാനൊക്കത്തില്ല അത്. കാരണം അതല്ല ഇപ്പോഴല്ല, അത് പണ്ട് സുഖേട്ടന് ഇവരുടെ ഈ ബൈലോയെ കുറിച്ച് ഒരു ഇന്റർവ്യൂ അന്നത്തെ ഏതായിരുന്നു, ഫിലിം മാഗസീനാണോ ഈ വെള്ളി നക്ഷത്രമൊക്കെ അന്ന് ഞാനാണോ എനിക്ക് ഓർമ്മയില്ല. അപ്പൊ പറഞ്ഞു ഇങ്ങനെ കുറച്ച് ഒരുപാട് പെശകുകളുണ്ട് അതിനകത്ത്, ഇപ്പോഴേ തിരുത്തി പോയില്ലെങ്കിൽ അത് ശരിയാവില്ല, അത് വെച്ച്. അപ്പൊ അങ്ങനെ എന്തോന്നോ സുഖേട്ട, പുള്ളി വക്കീലും കൂടെ അല്ലേ, അത് പറഞ്ഞു എന്നല്ലാതെ ഇതുപോലെ ഇപ്പൊ കേൾക്കുന്ന പോലെ ബലാത്സംഗവും പെണ്ണെടുത്തോ ഒന്നുമല്ല, മീറ്റു ഒന്നുമല്ല. പുള്ളി അങ്ങനെ ഇപ്പൊ ചുമ്മാ എന്തൊക്കെയാ പറയുന്നത്, എന്തോ ആട്ടെ, അത് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഏതായാലും അങ്ങനെ പറഞ്ഞ ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ല. ഇയാളെന്തിനാണ് അങ്ങനെയൊക്കെ പറയാൻ പോയത്, ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അന്ന് തുടങ്ങിയതാണ് അംഗങ്ങൾക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ വിലക്ക്. ഒരു കാലത്തും അങ്ങനെ ഒരു സംഘടന നല്ല പേരുകളോട് മുമ്പോട്ട് കൊണ്ടുപോയി. ഇപ്പൊ എന്താ നമ്മൾ കാണുന്ന ഒരു പാർട്ടി, നമ്മളെപ്പോഴും പറയുന്നത് എന്താ, ഒരു കേഡർ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കാരണം അവിടെ പാർട്ടി പറയുന്നതിന് ഒരു വിലയുണ്ട്. ശരിയോ തെറ്റോ അത് അവർ തീരുമാനിക്കും. അതുപോലെ ഒരു നല്ല കേഡർ പാർട്ടിയാണ് ഈ RSS. എനിക്കതിന്റെ വലിയ ആൾക്കാരെയൊക്കെ അറിയാം. ഞാൻ അതിന്റെ സകല ചരിത്രവും വായിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നും പരസ്യമായിട്ട് പറയാൻ ഞാൻ തയ്യാറാണ്. അന്ന് അതിൽ ഒരു ചെറിയ വിഷമം തോന്നിയത് ഒറ്റ ആളിനെ ഉള്ളൂ, മമ്മൂട്ടിക്ക്. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് അറിയാം അത് പറഞ്ഞതിനകത്തൊരു വലിയ സംഭവമൊന്നും വന്നില്ല. ഇന്നിപ്പോ അന്നൊരു ബൈലോ കറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞതിന് ആരും അഭിനയിക്കരുത്, അയാളെ പടത്തിന് വിളിക്കരുത്, അങ്ങനെയൊക്കെ. അതിനകത്ത് മാനസികമായിട്ട് സുഖമായിട്ടൊരു പ്രയാസം ഉണ്ടായത് ഒരൊറ്റ പടത്തിലുള്ളത്. കാരണം അത് മമ്മൂട്ടി അഭിനയിച്ചത് എന്താണ്, ഒരു അഭിഭാഷകന്റെ ഡയറിയോ കോഴിക്കോട് എങ്ങാണ്ട് ഒരു ഷൂട്ടിങ്. അത് ഡയറക്ടറും അതെ ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഞങ്ങളുടെ നാട്ടുകാരനാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അതിന് പോകാനായിട്ട് രാത്രിയിലത്തെ 8 ഒരു കണ്ണൂർ എക്സ്പ്രസ് മറ്റോ ഉണ്ടത്, അതിന് പോകാനിരിക്കുമ്പോഴാണ് രാവിലെ ഒരു 12 മുമ്പാ ഒരു ഫോൺ വരുന്നത്. സാർ അത് കുറച്ചൊന്ന് മാറ്റി, ആ വർക്ക് ഇപ്പം ഇന്ന് തിരിക്കേണ്ടതൊക്കെ. പക്ഷെ പിന്നീടാണ് സുഖേട്ടൻ അറിയുന്നത് സുഖേട്ടനെ മാറ്റിയത് കൊണ്ടാണ് അതങ്ങനെ പറഞ്ഞതെന്നുള്ളത്. അത് കുറച്ചൊരു വിഷമം തോന്നി. എന്താണ് സംഭവം? പിന്നെ അതിനുശേഷം പുള്ളി ചില പടങ്ങളൊക്കെ വിളിച്ചാൽ ഓ ഇല്ല ഞാൻ സ്ഥലത്തില്ല എന്നൊക്കെ പറ്റി കുറച്ചൊക്കെ ഒഴിയാന്ന്. അപ്പം എനിക്കതൊരു വിഷമം. അത് ആ മനസ്സിൽ തട്ടിയത് കൊണ്ടാണ് പുള്ളി സ്വയം ഒന്ന് വിഡ്രോ ചെയ്ത് മാറി നിന്നതൊക്കെ. പിന്നെ സുരേഷ് ബാബു അങ്ങനെ ഏതോ ഒരു 1-2 സംവിധായകർ കോട്ടയം വിളിച്ചിട്ട് അങ്ങനെ ഏതോ ഒരു പടത്തിനൊക്കെ വിളിച്ചപ്പോഴത്തേക്ക് 1-2 പടം കൂടെ ഒക്കെ അഭിനയിച്ചു. പക്ഷെ അപ്പോഴത്തേക്ക് പുള്ളിക്ക് ഇത് ഒരു അകൽച്ച വന്നുപോയി ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ. കാരണം നമ്മളൊക്കെ ഇവിടെ ഇരുന്ന് കാര്യം പറയുമ്പോൾ ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗത്തിലൂടെ എന്തോന്ന് സംഘടന എന്ന് പറയുന്നവരെ അന്ന് തുടങ്ങിയതാണ് ഈ അകൽച്ച. മല്ലികാമ്മേ, ഈ അമ്മ സംഘടനയിൽ ഒരു മെമ്മറി കാർഡ് വിവാദം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും മല്ലികാമ്മ അത് അറിഞ്ഞു കാണും. ഈ മെമ്മറി കാർഡ് വിവാദത്തിൽ ഏറ്റവും കൂടുതൽ എതിർ സ്ഥാനത്ത് അല്ലെങ്കിൽ ആരോപണ വിധേയരായിരിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ ആ മെമ്മറി കാർഡ് വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണ സമിതി വേണമെന്ന് കഴിഞ്ഞ ഈ അടുത്ത് പുതിയതായി ചേർന്ന അമ്മ സംഘടനയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചു. അതിൽ മല്ലിക സുകുമാരനും ജഗദീഷും ദേവനും വരട്ടെ എന്ന് പറഞ്ഞ സമയത്ത് കമ്മിറ്റിയിൽ തന്നെ ഒരു ആരോപണം വന്നു, മല്ലിക സുകുമാരൻ ലൂസ് ടോക്കറാണ്, അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. മറ്റ് 2 പേർ ഏറ്റവും പ്രധാനമായി ഈ മാധ്യമങ്ങളുമായി അടുത്ത് നിൽക്കുന്ന ആളുകളാണ്, അതുകൊണ്ട് അവരും വേണ്ട എന്നുള്ളൊരു കാര്യം വന്നു. മല്ലിക സുകുമാരനെ ലൂസ് ടോക്കർ എന്നാണ് അതിൽ നിന്ന് വന്ന ഒരു ആരോപണം ഉന്നയിച്ചത്. എന്താണ് മല്ലികാമ്മയ്ക്ക് പറയാനുള്ളത്? ഞാനത് ഇതിനെക്കാണ്ട് രാത്രി കഴിച്ചാൽ അതത്തെ കാര്യമാക്കില്ല. കാരണം ഈ ലൂസ് ടോക്കർ എന്ന് എന്നെ ഇവിടെ അങ്ങനെ ആരെങ്കിലും പറഞ്ഞോന്ന് എനിക്കറിയില്ല. ബട്ട് ഐ ഡോണ്ട് തിങ്ക് അത് ശ്വേത പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്വേത കുറച്ചുകൂടെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഒരാളാണ്. പിന്നെ ഈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ വരുമ്പോൾ സഞ്ജീവ് നോക്കുന്ന കുറെ ആൾക്കാരുണ്ട്, ആണായാലും പെണ്ണായാലും. ഇവർക്കൊക്കെ ഇമാതിരി സംസാരങ്ങളെ കുറിച്ച് അത് എന്റെ ആധികാരികമായിട്ട് എന്റെ അറിവ് കൊണ്ട് പറയുന്നതെന്നൊക്കെ പറഞ്ഞതിരിക്കും. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞു ഞാൻ കേട്ട ഒരാള്
ഇലക്ഷന്റെ തലേ ദിവസം കരഞ്ഞുകൊണ്ടാണ് എന്നെ ഫോണിൽ വിളിച്ചത്. എനിക്ക് ചേച്ചിയെ വന്ന് കാണണം, ചേച്ചിയുടെ കൈ പിടിച്ച് ഒന്ന് എനിക്ക് അനുഗ്രഹം വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ നല്ല കഴിവുള്ള മിടുക്കര് കുട്ടികൾ, നിങ്ങളുടെ ഇപ്പോ ലൂസ് ടോക്കർ എന്ന് ഉദ്ദേശിച്ചതിന്റെ അതിന്റെ ഒരു വിവരണം ഞാൻ പറയാം. ഞാനിപ്പോ ആ കമ്മിറ്റി ഞാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. ഞാൻ ആ കമ്മിറ്റി ചെന്നിരുന്നാൽ ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലും വേണ്ടി മറച്ചു വെച്ചിട്ട് ഇനി ഒരു തരത്തിൽ സംസാരിക്കാൻ മല്ലികാ സുകുമാരനെ കിട്ടത്തില്ല എന്നുള്ളത് ടോപ്പ് ടു ബോട്ടം എല്ലാവർക്കും അറിയാം. ഇതാണ് ഇത്രയും കാലമായിട്ട് നമ്മൾ. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ 120ാമത്തെ എങ്ങാണ്ട് മെമ്പറാണ് ഞാൻ. ആദ്യത്തെ ലിസ്റ്റിൽ വന്നിട്ടുള്ളവരാണ് ഞങ്ങളെല്ലാവരും. ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി പോലും ഞാൻ ഇരുന്നിട്ടില്ലല്ലോ, ഇത് ഞാൻ വിളിച്ചിട്ടുമില്ല. അല്ല, ഓഫ് കോഴ്സ് അതിനെക്കാട്ടി മിടുക്കരാണ് അവരിരുന്നവരൊക്കെ. അപ്പോ എന്തായിരിക്കും കാരണം? ശരി, അല്ലെ, എനിക്ക് മലയാളം സംസാരിക്കാൻ അറിയില്ല എന്നാരും പറയില്ല. ചേച്ചി ലോകം കണ്ടിട്ടില്ലാത്തൊരു സ്ത്രീയാന്ന് പറയില്ല. അല്ലെങ്കിൽ പോട്ടെ, എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ ആധികാരികമായിട്ട് 2 വാചകമെങ്കിലും പറയാനറിയാം എന്നൊക്കെ അറിയാം. പക്ഷെ അതല്ല കാര്യം. ചിലപ്പോ ചില സംഘടനകളിൽ ഇരിക്കുമ്പോൾ അതാണ് അമ്മയിൽ പറ്റിയ കുഴപ്പം. ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് നിങ്ങൾ കണ്ടില്ലേ, ആരോ പറഞ്ഞു മല്ലിക ചേച്ചി രൂക്ഷമായിട്ട് ബാബുരാജിനെ വിമർശിച്ചതില്ല. ഞാനാണ് ഏറ്റവും മാന്യമായ ഭാഷയിൽ പറഞ്ഞത്. കാരണം അത് സത്യം. കാരണം വെച്ചാൽ എല്ലാവരും ധാർമ്മികത ഏറ്റെടുത്തോണ്ട് മാറുമ്പോൾ ഒരാൾ മാറാതെ നിൽക്കുമ്പോ ആ ബാബുരാജിനെ സംശയിക്കും. ശരി, മോഹൻലാൽ വരെ ഇറങ്ങി, എല്ലാരും പോയി, എന്താ ഇയാൾക്കെന്താ പോകാൻ മടി, ഇയാൾക്ക് എന്തോ എന്നാണ് പിന്നീട് കേൾക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അത് വേണ്ട, നിയമം വെച്ച സ്ഥിതിക്ക് എല്ലാവരെയും മാറ്റി നിർത്തിയിട്ട് വീണ്ടും ഇലക്ഷൻ മത്സരിക്കട്ടെ, വരുന്നെങ്കിൽ വരട്ടെ. കുറ്റാരോപിതനാണ്, ആരോപണം തെളിയിച്ചിട്ട് വരണോ, അതിന് മുമ്പ് വരണോ, അല്ലെങ്കിൽ ഇവരെന്തിനാ 1-2 പേരെ നമ്മൾ മാറ്റിയതിനകത്തുനിന്ന്? അത് കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ കണ്ടിട്ട് അത് പറയണ്ട, അത് പറയണ്ട, അത് ചിലപ്പോൾ അദ്ദേഹത്തിന് പിടിക്കത്തില്ല എന്ന് പറഞ്ഞാൽ പിടിച്ചില്ലെങ്കിൽ വേണ്ടില്ല, കള്ളം പറയുന്നത് മോളെ ഞാൻ ചോദിക്കും. അത് വളരെ വ്യക്തമായിട്ടറിയാം. അതിനെ ആയിരിക്കാം ഈ പറഞ്ഞ വ്യക്തി, മാന്യ വ്യക്തി, ലൂസ് സ്റ്റോക്ക് ആണ്, ചിലപ്പോൾ വിളിച്ച് ഊറിക്കളയും എന്ന് പറയുന്നതിന്റെ കാര്യം അതായിരിക്കും. അത് സത്യമാണ്. അപ്പൊ ഈ ലൂസ് സ്റ്റോക്കർ എന്നുള്ള ആരോപണത്തിന് മല്ലികാ സുകുമാരന്റെ മറുപടി എന്താണ്? അവിടെ നടക്കുന്നത് ലൂസ് സ്റ്റോക്ക് ആക്കി നമ്മൾ പുറത്ത് പറയണമെങ്കിൽ ഒരു പുസ്തകം എഴുതായിരിക്കും ഭേദം. കാരണം അതല്ല, അത് വലിയ താരങ്ങൾ അറിയാത്ത കാര്യങ്ങളുണ്ട്, അറിയുന്നവരുണ്ട്, മാധ്യമ സുഹൃത്തുക്കൾ പറഞ്ഞ് ഞാൻ അറിയുന്നതുണ്ട്, എന്തെല്ലാം അതൊന്നും പോയി ഇവിടെ പറയേണ്ട കാര്യമില്ല. എനിക്കങ്ങനെ, ഞാൻ അമ്മയുടെ എല്ലാ പരിപാടിക്കും വിളിക്കാറുമില്ല, വിളിച്ചതൊന്നും എനിക്ക് പോകാറും പറ്റാറില്ല. നമ്മളൊക്കെ ഒരു പ്രായമായില്ലേ, ചുമ്മാ അങ്ങ് കറങ്ങാൻ പറ്റുമോ? ചിലപ്പോൾ ഞാൻ തിരുവനന്തപുരത്തായിരിക്കും, ഉടനെ ഓടി എറണാകുളത്ത് വരും അമ്മ, പിന്നെ എന്നെ വിളിച്ചിട്ടില്ല കേട്ടോ. അവിടുത്തെ ഒരു പരിപാടിയിലും എനിക്ക് അങ്ങനെ ഒരു ക്ഷണം എനിക്ക് വന്നിട്ടില്ല, ഞാൻ പോയിട്ടുമില്ല. അത് വേറെ കാര്യം. പിന്നെ ലൂസ് ടോക്ക് എന്ന് പറയുന്ന ആള് തെറ്റുകൾ ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. സ്റ്റേഡിയത്തിൽ അവതരിപ്പിച്ച നാടകമടക്കം ഒരുപാട് പേര് ഈ പറഞ്ഞ പലരെയും വേദനിപ്പിച്ച കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ തുറന്നു പറയാൻ ചങ്കൂറ്റം വേണം മോളെ. എനിക്കൊരബദ്ധം പറ്റി അന്ന്, ശരിയാണ്, പിന്നീട് ഞാൻ മനസ്സിലാക്കി ഞാൻ ചെയ്തത്. എന്താ പറഞ്ഞ, ഒരു സ്ത്രീയല്ലേ അവരും, പറയണം. മല്ലികാമേ, ഇപ്പം കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നു, അതിജീവിതയെ തൽക്കാലത്തേക്ക് തിരിച്ചെടുക്കുന്നില്ല എന്ന്. പിന്നെ എന്തിനാണ് ഒരു വനിതാ സംഘടന അല്ലെങ്കിൽ വനിതാ നേതൃത്വമുള്ള ഒരു ചോദിച്ചോ? അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. തിരിച്ചെടുക്കില്ല എന്നല്ല പറഞ്ഞത്, അതിന്റെ കുറച്ചൊരു തൽക്കാലത്തേക്ക് തിരിച്ചെടുക്കുന്നില്ല. നിയമപരമായിട്ട് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പൊ അത് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എന്ത് നിയമപരം, നമ്മുടെ നിയമത്തിൽ കൂടെ പോയവരെയൊക്കെയാണോ തിരിച്ചെടുത്തത്? അല്ലല്ല, അങ്ങനല്ല. അത് എന്താണെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് പഠിക്കും. ഞാൻ ഇപ്പം 100% തിരിച്ചെടുക്കണം, അവരെ പോയി കണ്ട, അവർ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് പറഞ്ഞത് തെറ്റാണ്. അവര് ഇങ്ങോട്ട് പറഞ്ഞിട്ടല്ലല്ലോ ഇറങ്ങിപ്പോയത്, നമ്മളല്ലേ അവരെ എല്ലാം കൂടെ വേദനിപ്പിച്ച് പുറത്താക്കിയത്. അതൊക്കെ സത്യം തന്നെയാണ്, ആരും നുണ പറയുന്നതല്ല. ഒരു സമയത്ത് ഈ സംഘടനക്കാരെ അവിടെ നിന്ന് നിരത്തി ഇതിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ചിരിച്ച് അട്ടഹസിച്ച് പുറകിൽ നിന്ന് ചാടിയവരൊക്കെയാണ് നമ്മളെയൊക്കെ ലൂസ് ടോക്കേഴ്സ് എന്നൊക്കെ വിളിക്കുന്നത്. അത് പോട്ടെ, എന്തെങ്കിലും ആട്ടെ, അവരുടെ ഓരോരുത്തരുടെ രീതികൾ പോലെ ഇരിക്കും. മല്ലികാമയ്ക്ക് പുതിയ വനിതാ നേതൃത്വത്തിൽ വിശ്വാസമുണ്ടോ? എല്ലാവരോടൊന്നും ഇല്ല. ഈ പറഞ്ഞതുപോലെ ശ്വേതയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ശ്വേത സമ്മതിക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ പറഞ്ഞതുപോലെ അല്ല, പറ്റില്ല, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അവരിങ്ങനെ എന്നും പറഞ്ഞൊരു വഴക്കുണ്ടാക്കാനുള്ളൊരു ടെൻഡൻസി ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ശരിയാണ്, ഓഫ് കോഴ്സ്, വി ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണ് എപ്പോഴും ശ്വേതയുടെ നിന്ന് വരുന്നത്. അപ്പൊ ഞാൻ പക്ഷേ ശ്വേതയുടെ കൂടെ നിൽക്കുന്നവർ അതുപോലെ നിൽക്കണം എന്നുള്ളതാണ്. ഇപ്പോ ഒരു കാര്യം അന്വേഷിക്കാനായിട്ട് 3 പേരുടെ പേര് പറഞ്ഞപ്പോഴേ പിടിക്കാത്തവരാ കൂടെ ഇരിക്കുന്നത്, ഒന്നായിരിക്കും പിന്നെ എപ്പോഴും. അതേ ഉള്ളു പേടി. അവസാനം ഒറ്റ ചോദ്യം, ഇപ്പോഴും സിനിമയിൽ ആ പവർ ഗ്രൂപ്പ് ഉണ്ടോ?
ഇപ്പൊ കുറച്ച് കുറവാ സത്യം പറഞ്ഞ. ഉണ്ടായിരുന്നു. നിലവിൽ അത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പവർ ഉള്ളവരല്ല, പവർ ഇല്ലാത്തവരാണ് പവർ ഗ്രൂപ്പ്. അതാണ് സത്യമായിട്ടുള്ള മറുപടി. പവർ ഉള്ളവരാരും പവർ ഗ്രൂപ്പ് ഒന്നും പറഞ്ഞ് ഇറങ്ങുന്നില്ല. കാരണം അവരുടെ പവറിനെ കുറിച്ച് അവരവർക്ക് കോൺഫിഡൻസ് ഉണ്ട്. അതില്ലാത്തവരാണ് പവർ ഗ്രൂപ്പിന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞ് ഈ തുളത്ത് കൈയിടാൻ നടക്കുന്നത്. അവരെ സൂക്ഷിക്കുക എന്നുള്ളതാണ് എന്റെ വിനീതമായ അപേക്ഷ. അപ്പം മല്ലികാമ്മ ഇത്ര സമയം എന്നോടൊപ്പം ചെലവഴിച്ചതിന് ഒരുപാട് സന്തോഷം. അപ്പം ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നിന്ന് ഓണാശംസകൾ. ഒരുപാട് നാളായിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതിന്റെ തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു സൗകര്യം ഒത്തു കിട്ടിയില്ല. ഇന്നത് സാധിച്ചല്ലോ. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും എന്റെ അന്വേഷണം പറയുക.